വെൽക്കം ടു മൂവി ബ്രാൻഡ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തിയതോടെ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ന് കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെന്റ് എന്നീ വാക്കുകൾ സാധാരണമായെന്നും മുൻപ് സിനിമയിലെ നായകനും നായികയും പരസ്പരം സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്നും നടിയും ഹേമ കമ്മിറ്റി അംഗവുമായ ശാരദ പറഞ്ഞിരുന്നു. സെറ്റിൽ ലഹരി ഉപയോഗം വ്യാപകമാണ്. രാത്രിയിൽ നടിമാർ താമസിക്കുന്ന മുറികളുടെ വാതിൽ മുട്ടുന്നത് പതിവാണ്. തുറന്നില്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന തരത്തിൽ ബഹളമുണ്ടാക്കും. സിനിമയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഭൂരിഭാഗം പുരുഷന്മാരും കരുതുന്നത് സ്ക്രീനിൽ ഇന്റിമേറ്റ് സീനുകൾ അഭിനയിക്കാൻ തയ്യാറുള്ള നടിമാർ ഇതേ കാര്യം സ്ക്രീനിന് പുറത്തും ചെയ്യാൻ തയ്യാറാണെന്ന് കരുതുന്നുവെന്നാണെന്നും ഒരു മടിയും കൂടാതെയാണ് പുരുഷന്മാരായ ആളുകൾ സ്ത്രീകളോട് മോശമായി സംസാരിക്കുന്നത്. അതിപ്പോൾ സ്ത്രീകൾക്ക് താല്പര്യമില്ലെങ്കിൽ പോലും അങ്ങനെയാണ് എന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴിതാ രാത്രിയിൽ വാതിലിൽ മുട്ടുന്ന നടന്മാരെ കുറിച്ചുള്ള പരാമർശം നടൻ മുകേഷിനെതിരായി നേരത്തെ ഉയർന്ന ആരോപണം വീണ്ടും ചർച്ചയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. മുകേഷിനെതിരെ ലൈംഗിക ആരോപണവുമായി വനിതാ സംവിധായകയാണ് അന്ന് രംഗത്ത് വന്നത്. മുംബൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് ആണ് മുകേഷ് തന്നോട് മോശമായി പെരുമാറിയ വിവരം ട്വിറ്ററിലൂടെ വെളിപ്പെടുത്തിയത്. കോടീശ്വരൻ എന്ന ടെലിവിഷൻ പരിപാടിയുടെ ഷൂട്ടിംഗിനിടെയാണ് മുകേഷ് തന്നോട് മോശമായി പെരുമാറിയതെന്ന് ടെസ് പറയുന്നത്. അന്ന് മുകേഷ് സംസാരിച്ചിരുന്ന ഹോട്ടൽ റൂമിനടുത്തേക്ക് തന്നോട് താമസം മാറാൻ ആവശ്യപ്പെട്ടിരുന്നതായും പലതവണ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അന്നത്തെ തന്റെ ചാനൽ മേധാവിയും തൃണമൂൽ നേതാവുമായ ഡെറക് ഒബ്രമിനോട് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് തന്ന് തന്നെ രക്ഷിക്കുകയായിരുന്നുവെന്നും കൽക്കത്ത സ്വദേശിയായ ടെസ് പറഞ്ഞിരുന്നു. ദേശീയതലത്തിൽ പല പ്രമുഖർക്കെതിരെയും മീറ്റു ക്യാമ്പയിനിൽ ലൈംഗിക അതിക്രമങ്ങൾ വെളിപ്പെടുത്തുന്നതിനിടെയാണ് മുകേഷിനെതിരായ ആരോപണങ്ങൾ രംഗത്ത് വന്നത്. ജെഫ്രി ബ്രൗൺ, ആഞ്ചലി ഡൌലിമാൻ തുടങ്ങി നിരവധി രാജ്യാന്തര സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ടെസ്. ലയൺ, ലൈഫ് ഓഫ് പൈ, ദി വെയിറ്റിംഗ് സിറ്റി, ഫെയർ ഗെയിം, വെസ്റ്റ് ഈസ് വെസ്റ്റ്, മീന, സോൾഡ് എന്നീ ചിത്രങ്ങളിലും ടെസ് കാസ്റ്റിംഗ് ഡയറക്ടറായി ജോലി ചെയ്തു. സിനിമയ്ക്ക് പുറമെ GD സാൻജോക്ക് എന്ന സ്വയം സന്നദ്ധ സംഘടനയുടെ ബോർഡ് അംഗങ്ങളിൽ ഒരാൾ കൂടിയാണ് ടെസ്. കുട്ടികളെ കടത്തുന്നതിനെതിരെ പ്രവർത്തിക്കുന്ന സംഘടനയാണിത്. തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം കൊച്ചുകുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കും അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി നിരവധി പരിപാടികൾ ടെസ് സംഘടിപ്പിക്കുന്നുണ്ട്. അതേസമയം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്ന സ്ത്രീകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പവർ ഗ്രൂപ്പിന്റെ ഭാഗമായുള്ള വർക്ക് കാരവാൻ ഉണ്ടാകും. നടിമാർക്ക് ശുചിമുറികൾ പോലും ലൊക്കേഷനിലില്ല. വസ്ത്രം മാറാൻ സുരക്ഷിതമായ സൗകര്യം സെറ്റിൽ ഒരുക്കുന്നില്ല. ഒരു PVC പൈപ്പിൽ കീറത്തുണി കെട്ടിവെച്ച് മറയാക്കിയാണ് പലപ്പോഴും വസ്ത്രം മാറാൻ സൗകര്യം നൽകുന്നത്. കാറ്റടിച്ചാൽ പോലും പറന്നു പോകും വിധമുള്ള താൽക്കാലിക സംവിധാനമാണിത്. ഈ സംവിധാനം അവസാനിപ്പിക്കണമെന്നും സുരക്ഷിതമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ശാരദ റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു.